पाठ 3 तुम अच्छे बच्चे हो നീ നല്ല കുട്ടിയാണ്. ഇതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. രാജൻ ഘർ മേ ഘുസ്താ ഹെ. രാജൻ വീട്ടിലേക്ക് കയറി വരുന്നു. ബാഗ് സോഫേ പർ പടക്താ ഹെ. ബാഗ് എടുത്ത് സോഫയിലേക്ക് വലിച്ചെറിയുന്നു. ജൂത്തെ ഏക് തരഫ്. ജൂത്ത എന്ന് പറഞ്ഞാൽ ഷൂസ്. ഒരു സൈഡിലേക്ക് വലിച്ചെറിയുന്നു. തരഫ് ജുറാബ് ദൂസരി തരഫ്. ജുറാബ് എന്ന് പറഞ്ഞാൽ സോക്സ് വേറൊരു സൈഡിലേക്ക് വലിച്ചെറിയുന്നു. അവർ ഡൈനിങ് ടേബിൾ पर जा बैठा है. അതിനുശേഷം ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിക്കുന്നു. മാക്കോ തോട ഗുസ്സാത്ത ഹെ. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യം വന്നു. വഹ് ഖടി ഖടി ദേഖ്തി ഹെ. അവൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ നോക്കി. നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വീട്ടിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മ നിങ്ങളെ ദേഷ്യത്തോടെ നോക്കും. ഉറപ്പാണ്, അടിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ രാജൻ എന്ന് പറയുന്ന കുട്ടിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അമ്മയും മോനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. നമുക്ക് ശ്രദ്ധിക്കാൻ എന്താണെന്ന്. രാജൻ, അമ്മ ശീഘ്ര ഖാനാതോ ഭൂക്ക് ലഹിഹേ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, രാജൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. രാജൻ വന്നിട്ട് ബാഗ് ഒരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞ് സോഫയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. പിന്നെ ഷൂസ് വേറൊരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു, ജുറാബ് മറ്റൊരു സൈഡിലേക്ക്. ഇതൊക്കെ കണ്ട അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ രാജനെ ദേഷ്യപ്പെട്ട് നോക്കുകയാണേ. ഇനി ബാക്കി നമുക്ക് നോക്കാം. രാജൻ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. കൈയൊന്നും കഴിയിട്ടില്ല, മുഖവും കഴിയിട്ടില്ല. വന്ന് നേരെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. രാജൻ, അമ്മ ശീഘ്ര ഖാനാതോ. അമ്മേ വേഗം ഭക്ഷണത്തോ. ഭൂക്ക് ലഹി ഹേ. എനിക്ക് വിശക്കുന്നു. അമ്മ, ക്യാ തും മേരെ അച്ഛേ ബേട്ടേ ഹോ. അമ്മ ചോദിക്കുകയാണ്, ക്യാ തും മേരെ അച്ഛേ ബേട്ടേ ഹോ. നീ എന്താ എൻ്റെ നല്ല കുട്ടിയാണോ? രാജൻ, ഹാം അമ്മ, ആ ഞാൻ അമ്മയുടെ നല്ല കുട്ടിയാണ്. ആജ് ഹിന്ദി മേ മേരെ 10 അങ്ക് ആയേ ഹേ. ഇന്ന് ഹിന്ദി പരീക്ഷയിൽ എനിക്ക് 10ൽ 10 മാർക്കും കിട്ടി. ഹാം അമ്മ, ആജ് ഹിന്ദി മേ മേരെ 10 ആ ഗയേ ഹേ. ഇന്ന് എനിക്ക് 10ൽ 10 മാർക്കുമാണ് ഹിന്ദി പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ, അച്ഛാ യഹ് തോ ബഡി ഖുഷി കി ബാത് ഹേ. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. കി മേരാ ബേട്ട ബഹുത്ത് ചതുർ ഹേ. എൻ്റെ കുട്ടി ഭയങ്കര ക്ലവറാണ്. ചതുർ എന്ന് പറഞ്ഞാൽ ക്ലവർ, ഭയങ്കര ബുദ്ധിമാനാണ്. ഇതെനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പർ എന്നാൽ, അമ്മ പറയാണ് ബട്ട്. എന്ന് പറഞ്ഞാൽ ബട്ട്. രാജൻ ബീജ് മേ ബോൾത്തെ ഹുയെ. അമ്മ പർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് രാജൻ ഇട്ടയ്ക്ക് കയറി ചോദിക്കുകയാണ്, പർ അമ്മ അബ് ജൽദി ഖാനതോ. എന്നാൽ അമ്മേ വേഗം ഭക്ഷണം താ. എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ, ബേട്ട ഏക് ബർ അപ്പനെ ഹാത്ത് തോ ദേക്കോ. മോനെ, നീ നിന്റെ കയ്യിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് നോക്കൂ. ക്യാ അച്ഛേ ബെച്ചേ ഗന്ധേ ഹാത്തോം സെ ഖാന കഥ ഹേ. എന്താ നല്ല കുട്ടികൾ അഴുക്ക് പിടിച്ച ഡേർട്ടി ഹാൻഡ് കൊണ്ട് ഭക്ഷണം കഴിക്കാറുണ്ടോ? അമ്മ ചോദിക്കുകയാണ്. രാജൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് ഡൈനിങ് ടേബിളിലേക്ക് കയറിയിരുന്നു. ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് വേഗം പറയാം, എനിക്ക് വിശക്കൊന്ന് വരുന്നിട്ട് ഒരു രക്ഷയില്ല, വേഗം ഭക്ഷണം തരാൻ. രാജൻ, ഓ സോറി അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കണേ. ഞാൻ മറന്നുപോയി. ഭൂൽ ഗയ, മറന്നുപോയി. ഉടുത്താഹേ സാബൂൺ സെ ഹാത്ത് ധോത്താഹേ. സോപ്പ് എടുത്ത് കൈ കഴുകുന്നു. സാഫ് തൗലിയാസെ പോച്ചതാഹേ. തൗലിയ നല്ല വൃത്തിയുള്ള ടവൽ കൊണ്ട് കൈ തുടയ്ക്കുന്നു. രാജൻ കുർസി പർ ബൈഠേ ഹുയെ. രാജൻ വീണ്ടും നിന്ന് കുർസിയെ പോയിരുന്നു. അമ്മ, ഹാത്ത് ധോനെ സെ പാനി കാലാ ഹോ ഗയ. അമ്മേ, ഞാൻ എൻ്റെ കൈ കഴുകിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കൈക്ക് ഭയങ്കര കറുത്ത നിറത്തിലാണ് വെള്ളം പോയത്. കൈ കഴുകിയ വെള്ളം സോപ്പിട്ട് കഴുകിയപ്പം വെള്ളം എങ്ങനെയായി? കറുത്തുപോയി. കഴുകിയപ്പം കറുത്ത് പോയി. അപ്പം അത്രയ്ക്കും ഡേർട്ടിയായിരുന്നു രാജൻ്റെ കൈ. കുർസി പർ ബൈഠേ ഹുയി. കുർസിയിലിരുന്ന്. അമ്മ, ഹാത്ത് ധോനെ സെ പാനി കാലാ ഹോ ഗയ. അമ്മ, രാജൻ समझ में आया ना?
നിനക്ക് മനസ്സിലായില്ലേ രാജ? നിനക്ക് മനസ്സിലായില്ലേ? ഗന്ദേ ഹാത്തോംസെ അഴുക്ക് പിടിച്ച കൈകൾ കൊണ്ട് ഖാന ഖാനേസെ ഭക്ഷണം കഴിച്ചാൽ കീടാണു പേട്ടുമേ ജായെങ്കെ കീടാണു രോഗം പിടിപ്പിക്കുന്ന അണുക്കൾ അത് നമ്മുടെ വയറ്റിൽ പോകും. അമ്മ അവർ രാജൻ ഖാന ഖാത്തെ ഹെ അമ്മയും രാജനും ഭക്ഷണം കഴിക്കുന്നു. അമ്മ ഏക് ബാത് പർ ഔർ ഭി ധ്യാൻ ദോ ഒരു കാര്യം നീ വീണ്ടും ശ്രദ്ധിക്കണം. എന്താണ്? തുമ്നെ ബാഗ് കൈസേ ഫട്ടക ഹെ നീ ബാഗ് വലിച്ചെറിഞ്ഞു. എങ്ങനെയാണ് നീ ബാഗ് വലിച്ചെറിഞ്ഞത്? ജൂത്തെ ജുറാബ് ചെരുപ്പുകൾ, ഷൂസും സോക്സും. ജൂത്തെ ജുറാബ് സോക്സ് ആൻഡ് ഷൂസ്. ഇധർ ഉധർ ഫേക്ക് ദിയ ഇങ്ങോട്ടും ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് നീ വലിച്ചെറിഞ്ഞു. ക്യാ യേ ടീക്ക് ഹേ ഇത് ശരിയാണോ? രാജൻ മേ തക്കാത്ത അമ്മ ഭൂക്ക് ഭി ലഗി ഥി ഞാൻ വളരെയേറെ മടുത്തു പോയിരുന്നു അമ്മേ. തക്കാത്ത എന്ന് പറഞ്ഞ തക്കന ടു ടയേർഡ് എന്നാണ് അർത്ഥം. മടുത്തു പോയിരുന്നു അമ്മേ. ഭൂക്ക് ഭി ലഗി ഥി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുമുണ്ടായിരുന്നു അമ്മ. അച്ചേ ബച്ചേ ഹർ കാം ടീക് സെ കർത്തേ ഹേ നല്ല കുട്ടികളാണെന്നുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ എല്ലാ ജോലിയും സമയത്തിന് തന്നെ ചെയ്യും. സമയത്തിനല്ല, ടീക്സെ ശരിയായി തന്നെ ചെയ്യും. എത്ര വിശന്നാലും എത്ര മടുപ്പായാലും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടപ്പം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ടതുപോലെ ചെയ്യും. അമ്മ പറയാണ് അച്ചേ ബച്ചേ നല്ല കുട്ടികൾ ഹർ കാം ഓരോ ജോലിയും ടീക്സെ കർത്താ ഹേ നന്നായിട്ടാണ് ചെയ്യുക. രാജൻ മേ അഭി രക്താഹും ഓ സാരമില്ല അമ്മേ ഞാൻ ഇപ്പം തന്നെ എടുത്ത് വെച്ചോളാം. സാരമില്ല ഞാൻ ഇപ്പം തന്നെ വെച്ചോളാം. ജൂത്തെ ജുറാബ് और बैग सही जगह पर रखता है ജൂത്തയും ജുറാബും ജൂത്തെ ഷൂസ് ജുറാബ് സോക്സ് ബാഗും എല്ലാം എടുത്ത് കൃത്യമായിട്ട് തന്നെ വെച്ചു. അമ്മ ടൈ നഹി ഹേ അയ്യോ അമ്മ ടൈ കാണുന്നില്ല. എവിടെ പോയി എനിക്കറിയത്തില്ല. ടൈ ഒക്കെ ഊരി വലിച്ചെറിഞ്ഞായിരുന്നു. എങ്ങോട്ടാണ് വലിച്ചെറിഞ്ഞതെന്ന് കാണുന്നില്ല. മേത്തോ വഹി സോഫയെ പർ റിക്കി തി ഞാൻ അവിടെ സോഫയിലാണ് അത് വെച്ചിരുന്നത്. അമ്മ ക്യാ ടൈ സോഫയെ പർ റിക്കി ജാത്തി ഹേ അതെന്താ ടൈ സോഫയിലാണോ വെക്കുന്നത്? ദേക്കോ ബാംബി കൈസെ മുമ്പ് പർ ദബാക്കർ തുമ്മേ ദേ രഹാ ഹേ നോക്കിക്കേ ബാംബി ഇതുണ്ടോ ബാംബി അത് വായിൽ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നോക്ക് ബാംബി എടുത്തുകൊണ്ട് പോയി പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു ടൈ. അത് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എന്തായാലും ബാംബി അത് എടുത്തോണ്ട് വന്നു. എന്തായാലും നോക്കിക്കേ മോമേ ദബാക്കർ തുമേ ദേ രഹാ ഹേ വായു എടുത്തുകൊണ്ട് വന്ന് നിനക്ക് തരുന്നു. രാജൻ മേരെ പ്യാരെ ബാംബി ധന്യവാദ് എൻ്റെ പ്രിയപ്പെട്ട ബാംബി നിനക്ക് നന്ദി. ബാംബിക്കോ പ്യാർ കർത്താ ഹേ ബാംബിയെ സ്നേഹിക്കുന്നു. ഫിർ ഹാത്ത് ധോക്കർ ഖാന ഖാത്താ ഹേ ഖാന ഖാനെ ലഗ്താ ഹേ വീണ്ടും കൈ കഴുകി ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിച്ചു. ബാംബിയെ താലോലിച്ചതിന് ശേഷം കൈ കഴുകാതെയാണോ രാജൻ ഭക്ഷണം കഴിച്ച്? അല്ല, രാജൻ വീണ്ടും പോയി കൈ കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നിട്ടാണ് വീണ്ടും ഭക്ഷണം കഴിച്ചത്. അമ്മ അബ തും സമझ ഗയേ ഹർ കാം ഉചിത സമയം പർ കർണാ ചാഹിയേ ഇപ്പം നിനക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഓരോ ജോലിയും ഉചിത സമയം പർ സമയത്തിന് തന്നെ ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായോ? ഉചിത് ശരിയായ സമയത്തിന് തന്നെ ചെയ്യണമെന്ന കാര്യം നിനക്ക് മനസ്സിലായല്ലോ. ടൈ കഴുത്തിൽ നിന്ന് ഊരി എടുത്ത് യഥാസ്ഥലത്ത് വെച്ചിരുന്നുവെങ്കിൽ ബാംബി അതെടുത്തോണ്ട് പോകുമായിരുന്നു ഇല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് വെക്കേണ്ട സമയത്ത് അപ്പോൾ തന്നെ വെക്കണം. ഓരോ ജോലിയും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലൈഫിൽ ജീവിതം മുഴുവനും അതുതന്നെ ആവശ്യമാണ്. अपनी चीजें ठीक स्थान पर रखेगा तो याद रहेगा. നിങ്ങളുടെ സാധനങ്ങൾ ചീജെ തിങ്സ് ഓരോ സാധനങ്ങൾ നിങ്ങളുടെ സ്വന്തം സാധനങ്ങൾ ശരിയായ സ്ഥലത്ത് വെക്കുകയാണ് എങ്കിൽ യാദ് രഹിക ഓർമ്മ ഉണ്ടാകും. എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയുണ്ടാകും. ഇച്ചിരി കഴിയുമ്പോൾ എടുത്ത് വെച്ചേക്കാം എന്നോർത്തുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ പിന്നീട് അത് മറന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സാധനവും ഓരോ സമയത്ത് തന്നെ കൃത്യമായി വെക്കുക. അമ്മ अब तो समझ गए हर काम उचित समय पर करना चाहिए. ഓരോ ജോലിയും കൃത്യമായ സമയത്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അഭിനയ ചീജെ ടീക്ക് സ്ഥാൻ പറക്കുകയും രക്കോങ്കെത്തോ സ്വന്തം സാധനങ്ങൾ
ശരിയായ പ്ലേസിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ തോര യാത് രഹിക എന്നാൽ ഓർമ്മയുണ്ടാകും. ധന്യവാദമ്മ, അമ്മേ നന്ദി കേട്ടോ. അമ്മ ഇതൊക്കെ പറഞ്ഞു തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മുझे हमेशा अच्छी बातें सिखाती है. അമ്മ എന്നെ ഓരോ സമയത്തും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അമ്മയ്ക്ക് നന്ദി, ഒരുപാട് നന്ദി. നല്ല കുട്ടികൾ അച്ഛനും അമ്മയും പറയുന്നത് കൃത്യമായി അനുസരിച്ചിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും ടീച്ചേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നല്ല കുട്ടികൾ അനുസരിക്കും, കൃത്യമായി അനുസരിക്കും. അപ്പം നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾ നല്ല കുട്ടിയാണോ? നിങ്ങൾ നല്ല കുട്ടിയാണെങ്കിൽ മസ്റ്റായും അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അനുസരിക്കുന്നുണ്ടാവും. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളല്ല എന്നാണ് അർത്ഥം. ഇനി നല്ല കുട്ടികളാകാൻ വേണ്ടി എത്രയും വേഗം അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുക. ഞാൻ പാഠം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. രാജൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ വരുന്നത്. പറഞ്ഞേ, പാഠ് 3 തും അച്ഛേ ബച്ചേ ഹോ. പാഠം 3 നീ നല്ല കുട്ടിയാണ്. രാജൻ घर में घुसता है. രാജൻ വീട്ടിൽ വരുന്നു. ബാഗ് സോഫേ पर फटकता है. जूते एक तरफ, जुराफ दूसरी तरफ. और डाइनिंग टेबल पर जा बैठा है. माँ को थोड़ा गुस्सा आता है. वह खड़ी खड़ी देखती है. राजन, अम्मा शीघ्र खाना दो, भूख लगी है. अम्मा, क्या तुम मेरे अच्छे बेटे हो? राजन, हाँ माँ, हाँ अम्मा, आज हिंदी में मेरे 10 में 10 अंक आए हैं. अम्मा, अच्छा, यह तो बड़ी खुशी की बात है कि मेरा बेटा बहुत चतुर है. मेरे पर राजन बीज पर बोलते हैं, पर अम्मा अब जल्दी खाना दो. अम्मा, बेटा एक. राजन, मैं अभी रखता हूँ. जूते जुराब और बैग सही जगह पर रखता है. अम्मा, चाय नहीं है. मैंने तो वही सोफे पर रखी थी. अम्मा, क्या चाय सोफे पर रखी जाती है? देखो बाबी कैसे मुंह में दबाकर तुम्हें दे रहा है. राजन, मेरे प्यारे बाबी, धन्यवाद. बाबी को प्यार करता है, फिर हाथ धोकर खाने लगता है. अम्मा, अब तुम समझ गए, हर काम उचित समय पर करना चाहिए. अपनी चीजें ठीक स्थान पर रखोगे तो याद रहेगा. ധന്യവാദമ്മ. രാജൻ പറയാണ്, ധന്യവാദമ്മ, ആപ്പ് മുझे हमेशा अच्छी बातें सिखाती है. അപ്പോൾ നമ്മുടെ പാഠം തീർന്നു. പാഠം വായിക്കുക. ഈ പാഠം കണ്ടതിന് ശേഷം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ക്ലാസ്സിൽ വരിക. ഓക്കെ, താങ്ക് യു. ഹായ് മൈ ഡിയർ ചിൽഡ്രൻ. ഒരു കൈത്തിരി നിങ്ങളുടെ ഉള്ളിൽ എന്തും അണയാതെ നിൽക്കട്ടെ. അറിവുകൾ സമ്പാദിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം അതിനൊരിക്കലും ഒരു അവസാനവും ഉണ്ടാവരുത്.